ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ ബംഗാളിൽ അങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ നിൽക്കുകയാണ്. പള്ളികളെ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. ബംഗാൾ സർക്കാർ പറയുന്നത് അങ്ങനെയല്ല, പള്ളികളെ അമ്പലങ്ങളെ എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ എന്തായാലും അത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെ അത്ര വലിയ രീതിയിൽ കോളാമ്പിയൊന്നും അങ്ങനെ കാര്യമായി ഉപയോഗിക്കുന്നില്ല. ബംഗാളിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം, മിക്കവാറും സ്ഥലത്തെല്ലാം കോളാമ്പിയാണ്. കേരളത്തിൽ പക്ഷേ DJ-യുടെ പേരിലും ഉത്സവങ്ങളുടെ പേരിലും ഒക്കെ പലതരത്തിലും ഈ ശബ്ദ മലിനീകരണം, നിയന്ത്രണ ശബ്ദത്തിന് മുകളിലുള്ള നടപ്പാക്കുന്നുണ്ട്. പലപ്പോഴും പോലീസിന് ഈ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങാകുമ്പോൾ നടപടിയെടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അവർ പലപ്പോഴും തയ്യാറാകാറുമില്ല. പക്ഷെ അതാണോ വേണ്ടത്? സാർ നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. ഏത് മതസ്ഥരായാലും അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഒതുങ്ങുന്ന ശബ്ദ മലിനീകരണം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് കർശനമായി നടപ്പാക്കാൻ എല്ലാ സ്റ്റേറ്റും തയ്യാറാവണം. ഞങ്ങൾ അങ്ങനെ ഉത്സവം ഞായറാഴ്ചയാവുള്ളൂ, ഞങ്ങൾ അങ്ങനെ ഉത്സവം 5 നേരമാവുള്ളൂ, ഇതൊന്നും ഹിന്ദുക്കൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുവദിച്ചു കൊടുക്കരുത്. ഹിന്ദുക്കളുടെ പൂരമുണ്ടെങ്കിൽ അവരെ കോമ്പൗണ്ടിൽ മാത്രം, മറ്റുള്ളവർക്ക് ഒരു ശല്യവും ഉണ്ടാവരുത്. ഇതിനെന്തൊരു 5 നേരം, ഇതിനെന്തൊരു ഞായറാഴ്ച, ഇതിനെന്തൊരു വെള്ളിയാഴ്ച, ഇതിനെന്തൊരു പൂരം, ഒന്നും പാടില്ല. പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം, പൊതുജനത്തിന് ശബ്ദ മലിനീകരണം ആരും ഉണ്ടാക്കരുത്. ആ നിയമം എല്ലാ സ്റ്റേറ്റും അത് അനുവർത്തിച്ചേ പറ്റൂ. പിന്നെ ഞാൻ ഹിന്ദുവാണ്, ഞാൻ ആവശ്യപ്പെടുന്ന തൃശ്ശൂർ പൂരം വരുമ്പം ഞാൻ റോഡ് ബന്ധാക്കും, ഞാൻ ശബ്ദം ഉണ്ടാക്കും, അതൊന്ന് വിട്ടുതരണം, അത് ആഴ്ചക്കല്ലേ ഉള്ളൂ. ഇതൊന്നും ഒരു ന്യായമല്ല സാർ. ഈ ശബ്ദ മലിനീകരണം കൊണ്ട് വളരെ ആപത്ത് അനുഭവിക്കുന്നുണ്ട്. എന്ത് 5 നേരം വന്നിക്ക്, എന്ത് ഞായറാഴ്ച വന്നിക്ക്, എന്ത് തൃശ്ശൂർ പൂരം വന്നിക്ക്. പബ്ലിക്കിന് ശല്യമുണ്ടാകുന്ന ഒരു ഉച്ചഭാഷണിയും ഉപയോഗിക്കരുത്. കാരണം ആരെങ്കിലും ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ശബ്ദമലിനീകരണമായാലും ഇവർക്ക് എവരെ സൗകര്യം, അവരുടെ വിശ്വാസം, ആരുടെ വിശ്വാസം അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ, അല്ലാതെ പബ്ലിക്കിന്റെ നെഞ്ഞത്ത് കയറിയിട്ടല്ല. അതിന് ശാശ്വതമായ പരിഹാരം ചെയ്ത ബംഗാൾ സർക്കാരിനെ 1000 വട്ടം അഭിനന്ദിക്കുന്നു സർ, 1000 വട്ടം. അതുപോലെ ആർജമുള്ള സുപ്രീം കോടതി വിധി ഉണ്ടാക്കിയിട്ടും നടപ്പാക്കാൻ പറ്റാത്ത സ്റ്റേറ്റുകളാണ് നമുക്കുള്ളത്. ഇന്ത്യയിൽ മാതൃക കാണിച്ച സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാളെങ്കിൽ 1000 തവണ അത് XOR Y സർക്കാർ ഇന്നതായെന്ന് കൊണ്ടല്ല അഭിനന്ദിക്കുന്നത്. കാരണം ഞാൻ ഈ പൊതുശല്യം അനുഭവിക്കുന്ന ആളാണ്. അത് ഏതിൻ്റെതാണ് എന്തിൻ്റെതാണെന്ന് പറയുന്നില്ല, എന്റെ പരിസരത്തുള്ളത് കൊണ്ട്. അപ്പൊ ഇതിന് സുപ്രീം കോടതി വിധിയുണ്ട്. ഇത് നടപ്പാക്കണം എല്ലാ സ്റ്റേറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ആരെതിർത്താലും എന്റെ എതിർപ്പ്, പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരും, എല്ലാവർക്കും ഭരണഘടന നൽകുന്നുണ്ട് അവരവരുടെ സുഖങ്ങൾ. അത് നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. ഭക്തിയോ ആദരവോ എന്തുണ്ടായാലും അവരെ കോമ്പൗണ്ടിനുള്ളിൽ ഒതുങ്ങിക്കോളണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. ഏത് മതമായാലും അവരുടെ ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് എന്നുള്ളത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പലപ്പോഴും ഈ നിയമം ഏറെക്കുറെയൊക്കെ പാലിക്കുന്ന ഒരു നാടാണ് കേരളം. പക്ഷേ ഇവിടെയും അങ്ങനെ നിയമം പാലിക്കാത്ത തരത്തിലേക്കുള്ള ചില പരിപാടികളൊക്കെ ആളുകൾ പല സ്ഥലങ്ങളിലും നടത്താറുണ്ട്. പ്രത്യേകിച്ചും അത് കൂടുതലും ഈ മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലൊക്കെയാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ വരുന്നത്. മതമായതുകൊണ്ട് പോലീസിനുമൊക്കെ പലപ്പോഴും അതിനെ ഇടപെടാനൊക്കെ വലിയ പരിമിതിയും പേടിയും ഒക്കെ ഉണ്ട്. അക്കാര്യത്തിലൊക്കെ ഉറച്ചു പറയാൻ രാഷ്ട്രീയക്കാർക്കും വലിയ ഭയമുള്ള ആളുകളാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവര് ചെയ്ത നല്ല കാര്യം. കാരണം വേണ്ട 4000 പള്ളിയുടെ 1200 അമ്പലത്തിന്റെയും കംപ്ലീറ്റ് ഒഴിവാക്കിയത് അത് നല്ല കാര്യം. ഇപ്പൊ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ടല്ലോ, ഉത്തർപ്രദേശില് കെട്ടിടം പൊളിച്ചത് മുസ്ലിമിന്റെ കെട്ടിടം പൊളിച്ചപ്പോ ഒരു RS-കാരൻ നന്ന പൊട്ടിച്ചിരിക്കുമായിരുന്നു. ഒരാഴ്ച RS-കാരൻ തലയും കുത്തി കരയായിരുന്നു, അവന്റെ കെട്ടിടം പൊളിച്ചു മാറ്റി. അങ്ങനെ വേണമെന്നേ, അല്ലാണ്ട് ജാതി മതം നോക്കുക ആരെയാണ് മറ്റേ ഇത് കാണിക്കുന്നത് മാറ്റി. പക്ഷേ കെട്ടിടം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കെട്ടിടങ്ങളാണ് ഭൂരിപക്ഷവും പൊളിച്ചത്. ആളുകളൊക്കെ കയ്യേറി വെച്ചത് സ്ഥലങ്ങളിലൊക്കെ പൊളിക്കാതിരിക്കുകയും പാവപ്പെട്ട കോളനികൾ നോക്കി അവന്റെ കെട്ടിടം ഹോട്ടൽ പൊളിച്ചു മാറ്റി. അപ്പൊ അത് മതം ജാതി നോക്കുക, അങ്ങനെ നോക്കിട്ട് മതവും ജാതി നോക്കാതെ, അല്ലെങ്കിൽ സാവപ്പാട്ടന്റെ കോളനികൾ വന്ന് പൊളിക്കുകയും വൻകിട കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അനീതിയാണ്. ഒരിടത്ത് മാത്രം നിയമം നടപ്പാക്കുകയും മറ്റൊരു നിയമം നടപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ അനീതിയാണ്. ആരെയാണെങ്കിലും മറ്റേ കാണിച്ചു കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റിക്കോന്നേ. ശരി, ഓക്കെ. രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റുകയാണ്. ആചാര്യ ദിവാകരനാണ് വിളിക്കുന്നത്. ശ്രീ ആചാര്യ ദിവാകരൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? നമസ്തേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.